വടകരയിലെ കാഫർ വിവാദം പുതിയൊരു വഴിത്തിരിവിലെത്തി. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ മത്സരം നടന്ന മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു വടകര. ഒരുപക്ഷെ തിരുവനന്തപുരത്തോ തൃശ്ശൂരോ മാത്രമേ അത്ര വലിയൊരു മത്സരം കേരളത്തിൽ നടക്കേണ്ടതുള്ളൂ. വളരെ ശക്തരായ രണ്ട് സ്ഥാനാർത്ഥികളാണ് അവിടെ മാറ്റുരച്ചത്. കോൺഗ്രസിൻ്റെ ഷാഫി പറമ്പിൽ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുൻ മന്ത്രിയും ജനങ്ങളുടെ ഇടയിൽ വലിയ മതിപ്പുളവാക്കിയ ഒരു വ്യക്തിയുമായ കെ ശൈലജയും. ഇവർ തമ്മിൽ വലിയ മത്സരം നടന്നു. പ്രവചനാതീതമായ മത്സരം നടന്നു. പല ടെലിവിഷൻ ചാനലുകളും അവരുടെ അഭിപ്രായ സർവേയിൽ ടീച്ചർക്കാണ് മുൻതൂക്കം എന്ന് പ്രവചിച്ചു. പക്ഷേ അവരൊക്കെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ 1,13,000 പേർ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. വടകര അറിയാവുന്ന ആർക്കും അറിയാം, കേരളത്തിലെ ഏറ്റവും അധികം ഇടതുപക്ഷക്കാരുള്ള മണ്ഡലമാണ്, ഏറ്റവും അധികം CPM കാരുള്ള മണ്ഡലമാണ്. പക്ഷേ കഴിഞ്ഞ ഏതാനും തെരഞ്ഞെടുപ്പുകളായിട്ട് CPM സ്ഥാനാർത്ഥികൾ അവിടെ പരാജയപ്പെടുക. മുല്ലപ്പള്ളി മത്സരിച്ചപ്പോൾ അദ്ദേഹം വിജയിച്ചു. പിന്നീട് കെ മുരളീധരൻ മത്സരിച്ചപ്പോൾ അദ്ദേഹം വിജയിച്ചു. ഷാഫി മത്സരിച്ചപ്പോൾ അദ്ദേഹവും വിജയിച്ചു. ഷാഫി ഗംഭീര സ്ഥാനാർത്ഥിയാണ്. അത്ര എളുപ്പത്തിലൊന്നും ഷാഫിയെ തോൽപ്പിക്കാൻ പറ്റുകയില്ല. മുരളീധരനാണെങ്കിലും ജയിക്കുമായിരുന്നു. ഷാഫി ആയപ്പോഴും ജയിച്ചു. വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം അവിടുത്തെ CPM കാരാണ് വോട്ട് മാറ്റി ചെയ്തത്. അവിടുത്തെ ഇടതുപക്ഷക്കാരാണ് ഇടതുപക്ഷത്തിനെതിരായിട്ട് വോട്ട് ചെയ്ത് UDF സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു റിസൾട്ട് ഉണ്ടാകുന്നത്. അല്ലാതെ ഇടുക്കി പോലെയോ എറണാകുളം പോലെയോ കോട്ടയം പോലെയുള്ളൊരു മണ്ഡലമല്ല വടകര. കേരളത്തിലെ ഏറ്റവും അധികം CPM കാരുള്ള, ഏറ്റവും അധികം ഇടതുപക്ഷക്കാരുള്ള പ്രദേശമാണ്. അതിൽ 5 അസംബ്ലി സെഗ്മെൻറ്റ്സ് കോഴിക്കോട് ജില്ലയിലും 2 കണ്ണൂർ ജില്ലയിലുമാണ്. എങ്ങനെ നോക്കിയാലും അവിടെ LDFനാണ് മേൽക്കോയ്മ. ശൈലജ ടീച്ചറാണെങ്കിൽ ചെറിയ നിസ്സാരപ്പെട്ട സ്ഥാനാർത്ഥിയുമല്ല, യാതൊരു ദുഷ്പേരുമുള്ള ആളല്ല. മാത്രവുമല്ല, കഴിഞ്ഞ കോവിഡ് കാലത്തും അതിനു മുമ്പുമൊക്കെ വളരെ മാതൃകാപരമായ രീതിയിൽ പ്രവർത്തനം നടത്തി എന്ന് ജനങ്ങളുടെ ഇടയിൽ പൊതുവെ ഒരു മതിപ്പുള്ള സ്ഥാനാർത്ഥിയുമാണ്. അപ്പോൾ അവരവിടെ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ജയിക്കേണ്ടതാണ്. ഷാഫി എതിര് വന്ന് നിന്നാലും ടീച്ചർ ജയിക്കും എന്ന ഒരു ധാരണ പൊതുവെയുണ്ട്. കാരണം അവരുടെ വ്യക്തിത്വത്തിനുള്ള ഒരു വോട്ട്, പാർട്ടിയുടെ വോട്ട് രണ്ടും കൂടി ചേരുമ്പോൾ ടീച്ചർ ജയിക്കേണ്ടതാണ്. പൊതുവെ എല്ലാവരും അങ്ങനെ കണക്കൂട്ടി. ഷാഫി നിസ്സാരക്കാരനല്ല, ഗംഭീരനാണ് എന്ന് അറിയാമെങ്കിൽ പോലും അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് കാഫർ വിവാദം ഉണ്ടാകുന്നത്. മുസ്ലിം ലീഗുകാരനായ ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ ശൈലജ ടീച്ചർ കാഫറാണ്, സത്യവിശ്വാസികളായ നമ്മളെല്ലാവരും ഷാഫിക്ക് വോട്ട് ചെയ്ത് ഓനെ ജയിപ്പിക്കണം എന്ന രീതിയിലുള്ള ഒരു ആഹ്വാനമുണ്ടായി എന്നാണ് പറയുന്നത്. ഇത് കണ്ടതും കേട്ടതും പ്രചരിപ്പിച്ചുമൊക്കെ സഖാക്കളാണ്. ലീഗുകാരും ഇത് കണ്ടവരില്ല, കോൺഗ്രസ്സുകാർ ഒട്ടുമില്ല, നമ്മുടെ കെ രമയുടെ പാർട്ടിക്കാരും കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയിലും മറ്റ് പ്രവർത്തകരാരും ഇങ്ങനെ ഒരു സംഗതി കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല, അവർക്ക് അറിയാനും വയ്യ. ഒരു മുസ്ലിം ലീഗുകാരൻ്റെ പേരിൽ ഇങ്ങനെ ഒരു പ്രചരണം അഴിച്ചുവിട്ടത് ആരാണ്? അപ്പോൾ ഈ ലീഗുകാരൻ അന്ന് തന്നെ പരാതി കൊടുത്തു, ഷാഫി പരാതി കൊടുത്തു, UDFകാർ പരാതി കൊടുത്തു, എല്ലാവരും പരാതി കൊടുത്തു. ഞങ്ങളാരും ഇത് അറിഞ്ഞിട്ടുമില്ല, കേട്ടിട്ടുമില്ല, ഇത് ആരിങ്ങനെ ഒരു പ്രചരണം നടത്തുന്നു എന്ന് ഇവർ ചോദിക്കും. മറ്റവർ പറയുന്നു, ഇതാ കണ്ടോ, ഇവിടെ സമുദായ സ്പർദ്ധ ഉണ്ടാക്കി ടീച്ചറെ തോൽപ്പിക്കാനും ഷാഫിയെ ജയിപ്പിക്കാനുമാണ് ഈ കള്ള ഹിമാറുകൾ ശ്രമിക്കുന്നത് എന്ന രീതിയിൽ മാർക്സിസ്റ്റുകാർ അതിനെ പ്രതിരോധിക്കും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ആദ്യം മധ്യാന്തം ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്. പക്ഷേ വടകരയിലെ സാധാരണക്കാർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലായി ഇതിൻ്റെ പുറകിൽ ആരുടെ ബുദ്ധിയാണെന്നുള്ളത്. കാരണം ഇങ്ങനെയുള്ള സാധനങ്ങൾ എവിടെ നിന്നാണ് പ്രചരിക്കുന്നത്? അത് പോരാളി ഷാജിയിൽ നിന്നാണ്, അല്ലെങ്കിൽ അതുപോലെയുള്ള ഗ്രൂപ്പുകളിൽ കൂടിയാണ് പ്രചരിക്കുന്നത്. അവർ ഈ രാഷ്ട്രീയ എതിരാളികളുടെ തൂലിക നാമത്തിൽ ഇതുപോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നതിൽ വലിയ വിദഗ്ധന്മാരാണ്. ഇപ്പോൾ 2018 പ്രളയം ഉണ്ടായപ്പോൾ ആ ഭാഗത്തുള്ളൊരു സഖാവ്, അയാൾക്ക് ഈ എറണാകുളം ജില്ലയെ പറ്റി ഒരു ധാരണയില്ല, കണ്ണൂർ ജില്ലയിലുള്ള പുള്ളിയുടെ വീട്ടിലിരുന്നു കൊണ്ട് ഒരു പോസ്റ്റ് ഉണ്ടാക്കി കാച്ചുകയാണ്. വമ്പിച്ച പ്രളയത്തിൽപ്പെട്ട് കൈയും കാലോട്ട് അടിച്ച് വീടിൻ്റെ ടെറസിൽ അഭയം തേടിയ അഡ്വക്കേറ്റ് ജയശങ്കറിനെ രക്ഷിച്ചത് സ്ഥലത്തെ DYFI പ്രവർത്തകരാണ്. എങ്ങനെയുണ്ട്? ഈ ദേശത്തെ DYFIക്കാർ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കില്ല, ആരും ദേശത്തെ CPM കാരും ഉന്നയിക്കില്ല, ആലുവ താലൂക്ക് സെക്രട്ടറി ഉന്നയിക്കില്ല. പക്ഷേ കണ്ണൂരിലിരിക്കുന്ന ഒരു സഖാവ് ഇങ്ങനൊരു സാധനം ഉണ്ടാക്കി പ്രചരിപ്പിക്കുകയാണ്. ഇത് ഒരുപാട് ആളുകൾ കാണുന്നവരൊക്കെ വിശ്വസിച്ചു. കണ്ടോ, ഏറ്റവും അവസാനം അയാൾക്ക് DYFIയുടെ ആവശ്യം വേണ്ടി വന്നു, DYFIക്കാർ വേണ്ടി വന്നു പുള്ളിയെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും അതിൻ്റെ ഇടയിൽ കമൻ്റ് ഇടാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയുള്ള കമൻറ്റ്, ഇത് സത്യത്തിൽ സത്യവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ്. ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നതിൽ ഇവർക്ക് വലിയ ബിരുദമുണ്ട്. ഇനിയിപ്പോൾ ലീഗുകാരൻ തന്നെയാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടെങ്കിൽ പോലും അതിൻ്റെ പിതൃത്വം വളരെ എളുപ്പത്തിൽ CPM കാരിലേക്ക് എത്തിച്ചേരും.
അത്ര രസകരമാണ് ഇവരുടെ ഇതുവരെയുള്ള ട്രാക്ക് റെക്കോർഡ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി, വടകരക്കാർക്ക് മനസ്സിലായി, കൊയിലാണ്ടിക്കാർക്ക് മനസ്സിലായി, അല്ലെങ്കിൽ കുറ്റിയാടിക്കാർക്ക് മനസ്സിലായി, തലശ്ശേരിക്കാർക്ക് പോലും മനസ്സിലായി എന്താണ് ഇങ്ങനൊരു സാധനം ഉണ്ടാക്കിയത് CPM-കാർ തന്നെയാണ്. സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുന്നു എന്ന് വ്യാജേന എതിർഭാഗത്ത് ഒരു വികാരം ആളിക്കത്തിക്കാൻ, അതുവഴി ടീച്ചറുടെ വിജയം ഉറപ്പാക്കാനും വേണ്ടിയാണ് ഇവർ ചെയ്തത് എന്നാണ് ഇവർ പറഞ്ഞത്. ഏതായാലും അത് ജനങ്ങൾ വിശ്വസിച്ചു, ജനങ്ങൾക്ക് മനസ്സിലായി ഇതാരാ ചെയ്തതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഷാഫി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ടീച്ചറുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. ഇപ്പോൾ പോലീസുകാർക്ക് മനസ്സിലായി ഇതാരാണ് ഇതിൻ്റെ ബ്രഹ്മാവ് എന്നവരും മനസ്സിലായിട്ടില്ല. ഇനി മനസ്സിലായാൽ തന്നെ പോലീസ് അത് പറയില്ല, കാരണം പോലീസിന് പറയാൻ നിവൃത്തിയില്ല, പറഞ്ഞാൽ തലയിൽ തൊപ്പിയാണില്ല. അല്ലാതെ ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റാത്ത പോലീസുകാരാണ് നമ്മുടെ സൈബർ സെല്ലിലിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെയൊന്നുമല്ല, കഴിവും പ്രാപ്തിയുള്ള ധാരാളം ഉദ്യോഗസ്ഥന്മാരുണ്ട്. പക്ഷേ സത്യസന്ധമായിട്ട് അന്വേഷിച്ചാൽ എന്ത് പറ്റും? തലയിൽ തൊപ്പി ഉണ്ടാകുകയില്ല. മിക്കവാറും അടുത്ത ആഴ്ച സസ്പെൻഷൻ കിട്ടും. പിന്നെ അതിൻ്റെ പിന്നത്തെ മാസം മഞ്ചേശ്വരത്തേക്ക് അല്ലെങ്കിൽ പാറശാലയിലേക്ക് സ്ഥലം മാറ്റം കിട്ടും. അതുകൊണ്ട് ജീവന് കൊതിയുള്ള ഒരു പോലീസുകാരന് സത്യസന്ധമായിട്ട് ഈ കേസ് അന്വേഷിക്കാൻ പറ്റില്ല. പക്ഷേ അത് പോലീസിനെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവർ ചെയ്തു. അവർ പറഞ്ഞത് ഇത് CPM-കാരുടെ ചില ഗ്രൂപ്പുകളിലാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്, അവിടെ നിന്നാണ് പുറത്തേക്ക് പ്രചരിച്ചത്. അങ്ങനെയാണ് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞത് സത്യത്തിൽ ഇത് ലീഗുകാരൻ്റെ കരവിരുതല്ല. ലീഗുകാരൻ ഹൈക്കോടതി പോയി ഉത്തരവ് മേടിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം നടന്നത്. ഏതായാലും അതുവരെ എത്തി നിൽക്കുന്നു. ഇപ്പോൾ ആരാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാരണഭൂതന്മാരെന്നുള്ള എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ സത്യത്തിൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇവരിങ്ങനൊരു പോസ്റ്റ് ഉണ്ടാക്കി പ്രചരിപ്പിച്ച്? എൻ്റെ ബലമായ വിശ്വാസം ഈ ശൈലജ ടീച്ചറെ വടകരയിൽ നിർത്തി തോൽപ്പിക്കുക, അവരെ അപമാനിക്കുക, അവരിങ്ങനെ സമുദായ സ്പർദ്ധ ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് ജയിക്കാൻ എന്താണ് നോമ്പ് തോറ്റ് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് എന്ന ധാരണ ഉണ്ടാക്കി പൊതുസമൂഹത്തിൽ ഇവരുടെ പ്രതിച്ഛായ മോശമാക്കി അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പരിപാടിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പോരാളി ഷാജി അടക്കമുള്ള ഗ്രൂപ്പുകളൊക്കെ ഇങ്ങനെയുള്ള ഒരു ദുഷ്പ്രചരണം അവരുടെ കൂടി ഒത്താശയോട്ടാണ് നടക്കുന്നതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇതുപോലത്തെ പ്രചരണം അഴിച്ചുവിട്ടത്. അത് ഒരു പരിധിവരെയെങ്കിലും ആൾക്കാർ വിശ്വസിച്ചല്ലോ. ടീച്ചർ തോറ്റുപോയി. അപ്പോൾ വടകര പോലെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിൽ നിന്ന് തോറ്റുപോയ ടീച്ചർക്ക് ഇനി കേരളത്തിൽ മുഖ്യമന്ത്രി ആകാനായിട്ട് എന്ത് യോഗ്യതയല്ല എന്നൊരു ചോദ്യം വരും. രണ്ടാമത് എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഇത്ര ഹീനമായ, ഇത്ര നീചമായ, ഇത്രയും മ്ലേച്ഛമായ ഒരു പ്രചരണം നടത്തിയ ഒരു സ്ത്രീ, അവർ കോവിഡിനെതിരായിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നിപ്പയ്ക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കി ജയിക്കാൻ മാത്രം നീചയായ, നികൃഷ്ടയായ ഒരു ജന്തുവാണ് ഈ ശൈലജ ടീച്ചർ എന്നൊരു ധാരണ ഉണ്ടാക്കിയാൽ അത് മതിയല്ലോ. അപ്പോൾ ഇതിൻ്റെ പുറകിൽ എൻ്റെ ബലമായ വിശ്വാസം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരമായിരിക്കണം ടീച്ചർക്കെതിരായിട്ട് ഇങ്ങനൊരു വില്ലിഫിക്കേഷൻ ക്യാമ്പയിൻ തുടങ്ങിയതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് അനുമാനം തെറ്റാൻ സാധ്യതയില്ല. കാരണം മൂപ്പിലാൻ്റെ ഇതുവരെയുള്ള ശ്രമങ്ങൾ, ഇതുവരെയുള്ള ട്രാക്ക് റെക്കോർഡ് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ അപ്രോച്ച് ചെയ്യാനുള്ള മുതൽ അവിടെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇന്നിപ്പോൾ പുള്ളി ആ സ്ഥാനത്ത് എത്തിയതും ഈ പാർട്ടിയിലെ മറ്റ് യുവജന നേതാക്കൾ ആരും അവിടെ എത്താഞ്ഞത്. അപ്പോൾ ഏതായാലും ഇങ്ങനെ മുന്നോട്ട് പോട്ടെ. ഈ കാലുവാരലും കുതികാലുവെട്ടലും ഒക്കെ നേരത്തെ കോൺഗ്രസ്സുകാരും മറ്റുമൊക്കെ ചേർന്നു. ഇപ്പോൾ സഖാക്കളും ആ നിലയിലെത്തി എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണപാഠം. അല്ലാതെ ഈ പോസ്റ്റ് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്കറിയാം ഇത് ലീഗുകാരല്ല, കോൺഗ്രസ്സുകാരല്ല, ജനതാദളുകാരുമല്ല, RMPക്കാരുമല്ല, ഇത് ഇവിടെ നിന്ന് തന്നെ ഉത്ഭവിച്ചതാണ് എന്ന്. പക്ഷേ അതിൻ്റെ ചേതോവികാരം എന്താണെന്ന് മാത്രമേ നമുക്കിത് കണ്ടുപിടിക്കാനുള്ളൂ. ഞാൻ ഈ പറഞ്ഞതായിരിക്കാനാണ് കൂടുതൽ സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.